ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. രാമേശ്വരം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ അമ്മ, അച്ഛൻ, ചിക്കു ഉണ്ട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണിത്. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ റെനോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പണികൾ നടക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂർ പോകണം. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് രാമേശ്വരത്തോടെ ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 5th പ്ലാറ്റ്ഫോമിലേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് കോയമ്പത്തൂർക്കുള്ള ട്രെയിൻ ഉള്ളത്. അങ്ങനെ നമുക്ക് കോയമ്പത്തൂർ പോകേണ്ട ട്രെയിൻ വന്നിട്ടുണ്ട്. ഷൊർണൂരിൽ നിന്ന് 3:50 ഇന്റർസിറ്റിക്കായിരുന്നു കേട്ടോ ഞങ്ങൾ കോയമ്പത്തൂർക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാമേശ്വരത്തേക്കുള്ള ഞങ്ങളുടെ ട്രെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്തു. 40 വർഷത്തിന് ശേഷമാണ് കേട്ടോ അച്ഛൻ ട്രെയിനിൽ കയറുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അച്ഛനുണ്ടെന്ന് തോന്നുന്നു. ഷൊർണൂരിൽ നിന്ന് പാലക്കാട് വരെയുള്ള ജേണിയിൽ വ്യൂ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഫുൾ നെൽവയലുകളും കരിമ്പനകളും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ട്രെയിനിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ലുഡോ കളിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ലുഡോ കളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും ലോങ് ജേർണി ട്രെയിനിൽ പോകുന്നത്. ഏകദേശം 13 അവർ ട്രെയിനിൽ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ലുഡോ കളിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ ഫോണിലത്തെ ചാർജൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അപ്പോൾ വിൻഡോ കൂടെ നോക്കിയിരുന്നു. കുറച്ച് നേരം വർത്താനം പറഞ്ഞു, കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ടും ടൈം അങ്ങോട്ട് നീങ്ങി പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ കോയമ്പത്തൂർ ഏകദേശം എത്താറായപ്പോഴേക്കും വ്യൂ ഒക്കെ അങ്ങോട്ട് മാറി കേട്ടോ. ഫുൾ മലകളും ആ മലകൾക്ക് ഒരു സൺലൈറ്റ് ഒക്കെ തട്ടുമ്പോൾ ഉള്ളൊരു കളറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വേറൊരു വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട് എത്താറായപ്പോഴേക്കും പല ടൈപ്പ് കൃഷികളൊക്കെ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു കേട്ടോ. കരിമ്പ് കൃഷി, തെങ്ങ്, അതേപോലെ വാഴ, അങ്ങനെ പല കൃഷികളൊക്കെ അങ്ങനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്യാം. രാമേശ്വരം ആന്ധ്രാപ്രദേശിലാണെന്നാണ് ഉണ്ണി പറഞ്ഞേക്കുന്നത്. വിവരം പോലില്ലാത്തവിടെ ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായെന്നാണ് ഞാൻ അതിശയിക്കുന്നത്. അങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങാൻ പോവാണ് ഇവിടെ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 7:45 കേട്ടോ നമ്മുടെ രാമനാഥപുരത്തേക്ക് ട്രെയിൻ ഉള്ളത്. ട്രെയിൻ ഓൾറെഡി ഇവിടെ വന്ന് കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ടൈം ആകുമ്പോൾ ഉള്ളോട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടുന്ന് സ്നാക്സൊക്കെ മേടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6:30 ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 7:45 വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 7:45 ഇവിടുന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാം രാമനാഥപുരത്തേക്ക്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ നമുക്ക് രാമേശ്വരത്തേക്ക് ട്രെയിൻ ഉള്ളത്. ഇപ്പോൾ രാമേശ്വരത്തേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല, രാമനാഥപുരം വരെയാണ് നമുക്ക് ട്രെയിൻ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷൊർണൂരിൽ നിന്ന് 3:50 ഇന്റർസിറ്റിക്കായിരുന്നു കേട്ടോ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് 6:30 ആയപ്പോഴേക്കും കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് 7:45 നമുക്ക് രാമനാഥപുരത്തേക്ക് ട്രെയിൻ ഉള്ളത്. അത് ഒരു എത്ര മണിക്ക് എത്താം? 4:30 ആകുമ്പോൾ നമുക്ക് രാമനാഥപുരത്ത് എത്തും. പിന്നെ രാമനാഥപുരത്ത് നമ്മൾ ബസ് വഴി പോകണം. ബസ്സോ ജീപ്പോ എങ്ങനെയാണെങ്കിലും നമുക്ക് രാമേശ്വരത്തേക്ക് പോവാം. രാമനാഥപുരത്ത് നിന്ന് രാമേശ്വരത്തേക്ക് ഒരു 50 കിലോമീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ രാമേശ്വരം പോകുന്ന കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ നമുക്ക് കോയമ്പത്തൂർ ടു രാമനാഥപുരം ട്രെയിൻ ഉള്ളത്. അത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച 7:45 PM നമുക്ക് കോയമ്പത്തൂർ ടു രാമനാഥപുരം ട്രെയിൻ ഉള്ളത്. അതേപോലെ തിരിച്ച് നമുക്ക് ട്രെയിൻ ഉള്ളത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച 8:15 PM നമുക്ക് രാമനാഥപുരം ടു കോയമ്പത്തൂർ ട്രെയിൻ ഉള്ളത്. പണ്ടൊക്കെ രാമേശ്വരം വരെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. കാരണം പാമ്പൻ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പം ആ ട്രെയിൻ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ രാമനാഥപുരം ഇറങ്ങിയിട്ട് തന്നെ പോകണം. അങ്ങനെ നമ്മളിതാ നമ്മുടെ രാമനാഥപുരത്തിലോട്ടുള്ള ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 8.5 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ 8.5 മണിക്കൂർ നമ്മളിങ്ങനെ ട്രെയിനിൽ ഇരിക്കണം. എനിക്കിതാ സീറ്റ് കിട്ടിയേക്കണേ. ഇവിടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇത് അച്ഛനൊക്കെ ആൾക്കാരെ പരിചയപ്പെട്ട് കത്തിയിട്ട് തുടങ്ങിയിട്ടുണ്ട്.
നൈറ്റ് ഒരു 8:30 ആയപ്പോഴേക്കും ട്രെയിനിൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഉറങ്ങാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പിന്നെ നമുക്കും ഫുഡ് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇതുപോലെ ചപ്പാത്തിയും കൊള്ളിക്കറൊക്കെ കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഞങ്ങൾ ഡിസ്പോസിബിൾ പ്ലേറ്റും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ തൂക്കി പിടിച്ച് നടക്കണ്ടല്ലോ, ട്രെയിനിൽ തന്നെ വേസ്റ്റ് ബിന്നിൽ ഇടാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ്. ചിക്കുവിൻ്റെ അമ്മയായിരുന്നു കേട്ടോ ചപ്പാത്തിയും കൊള്ളിക്കറി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. ചിക്കുവിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ്. അതുപോലെ കൊള്ളിക്കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ സീറ്റൊക്കെ കിട്ടിയിട്ട് ഉറങ്ങാൻ പോവുകയാണ്. മുകളിലാട്ടോ എനിക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് മുകളിലാണ് കേട്ടോ സീറ്റ് കിട്ടിയിരിക്കുന്നത്. ചിക്കുത താഴെ, അമ്മേച്ചൊക്കെ താഴെയാണ് കേട്ടോ. എൻ്റെ സീറ്റിൽ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു കേട്ടോ ചിക്കുവിന് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വർത്താനം പറഞ്ഞിരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വേഗം തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പുലർച്ചെ 4 മണിക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും എണീറ്റ് റെഡി ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ട്രെയിൻ 4:30-ക്കാണ് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. ഇന്നലത്തെ ഉറക്കൊന്നും അങ്ങോട്ട് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ട്രെയിനിലല്ലേ കുലുങ്ങി പോകുന്ന കാരണം നമുക്ക് ഉറക്കൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ രാമനാഥപുരം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബസ് വിളിച്ചിട്ട് നമുക്ക് രാമേശ്വരം പോകണം. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട് ഏകദേശം രാമേശ്വരത്തേക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ രാമനാഥപുരം ബസ് സ്റ്റാൻഡും വരുന്നത്. നമുക്ക് നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബസ്സിനൊക്കെ. പക്ഷേ 5 മിനിറ്റ് കൂടുമ്പോൾ രാമേശ്വരത്തേക്കുള്ള ബസ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ആദ്യം 2-3 ബസ്സൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞു കേട്ടോ. കാരണം ഭയങ്കര തിരക്കായിരുന്നു. കാരണം രാമേശ്വരത്തേക്കുള്ള ട്രെയിനിൽ ആൾക്കാർ മൊത്തം ആ ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറിയില്ല കേട്ടോ. ഒരു 2-4 ബസ് കഴിഞ്ഞിട്ടുള്ള ഒരു ബസ്സിലാണ് നമ്മൾ കയറിയത്. ഇനി ഇവിടുന്ന് രാമേശ്വരത്തേക്ക് 4 പേർക്ക് 150 രൂപയാണ് ആയത്. അതായത് ഒരാൾക്ക് 45 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോയുടെ റേറ്റ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ 8 പേർക്ക് 1500 രൂപയാണ് റേറ്റ് പറഞ്ഞത്. പക്ഷെ അതിൽ നമുക്ക് ഒരു സുഖമായിട്ട് ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കാൻ പറ്റുക. അപ്പോൾ അതിന് ഭേദം ബസ്സിന് പോയിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ തൊട്ടിട്ട് പാമ്പൻ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാമ്പൻ റോഡ് ബ്രിഡ്ജ് കൂടിയാണ്. ഇതിന് പാരലായിട്ട് തന്നെയാണ് നമ്മുടെ പാമ്പൻ റെയിൽ ബ്രിഡ്ജ് ഉള്ളത് കേട്ടോ. 1914 ഫെബ്രുവരി 24 ഈ ഒരു പാമ്പൻ റെയിൽ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. 1988 വരെ പാമ്പൻ ഐലൻഡിലുള്ള രാമേശ്വരത്തിനെ കണക്ട് ചെയ്യുന്ന ഏക ഉപരിതല ഗതാഗത മാർഗവും ഇത് മാത്രമായിരുന്നു. ഈ പാലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമാണ് കേട്ടോ ഈ ഒരു പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആ ടൈമിൽ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കടൽപ്പാലം ഇത് തന്നെയായിരുന്നു. 2.2 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതല്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കടൽപ്പാലം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അല്ലെങ്കിൽ അടൽ സേതു ആണ് കേട്ടോ. 21.8 കിലോമീറ്ററാണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. മോർണിംഗ് ഒരു 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇനി ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ രാമേശ്വരം അമ്പലത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു. 170 റുപ്പീസായിരുന്നു കേട്ടോ ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആളുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് റൂം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളാണ് ഞങ്ങൾക്ക് റൂമൊക്കെ കാണിച്ചു തന്നത്. കുറേ റൂം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം ബുക്ക്ഡ് ആയിരുന്നു. കാരണം ഇപ്പോൾ വെക്കേഷൻ ടൈം ആയ കാരണം എല്ലാം ബുക്ക്ഡ് ആയിരുന്നു. ഞങ്ങൾക്ക് കിട്ടാൻ നല്ല പാടുപെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഫ്രഷ് ആയിട്ട് ഞങ്ങളൊരു 7 മണി ആയപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ രാമേശ്വരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. കാരണം ഇനി ഉള്ളിൽ പോയിട്ട് കുറേ നേരം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വിശന്നിരിക്കണ്ടേ. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് ഇനി ഉള്ളിലോട്ട് പോകാം കേട്ടോ. റൂമിൽ നിന്ന് അമ്പലത്തേക്ക് നടക്കാനുള്ള ഡിസ്റ്റൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തേക്ക് നടക്കുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി. ഞാനും അമ്മയും പൂരിയും മസാലയും ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിക്കു ഗീ റോസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛൻ വടയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കൂട്ടാം. അങ്ങനെ ഞങ്ങൾ രാമേശ്വരം അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഏത് നടയിൽ കൂടെയാണ് ഉള്ളിലോട്ട് കയറുകയെന്ന് ഞങ്ങൾ നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഈസ്റ്റ് നടയിൽ കൂടെയാണ് ഉള്ളിലോട്ട് കയറേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ ഈസ്റ്റ് നടയിൽ തന്നെയുള്ള ഒരു ക്ലോക്ക് റൂമിൽ വെച്ചു കേട്ടോ. അവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ ചെരുപ്പ് കിട്ടില്ല എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ദമ്പതി പൂജ വഴിപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ദമ്പതി പൂജ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ വരിക. എന്നിട്ട് ഇവിടെ ദമ്പതി സ്നാനം ചെയ്യും. പിന്നെ മരിച്ചുപോയവർക്ക് ബലി ഇടണതൊക്കെ ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ ദമ്പതി പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് 22 തീർത്ഥകണറ്റിലെ വെള്ളവും നമ്മൾ തലയിൽ കൂടെ ഒഴിക്കണം. അപ്പോൾ അതിനവിടെ ടിക്കറ്റ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ തലയിലൂടെ വെള്ളം ഒഴിക്കാൻ ആൾക്കാരും അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ സാധാ ഒരു ക്യൂ, അത് ജനറൽ ക്യൂവിന് 25 രൂപയും പിന്നെ സ്പെഷ്യൽ ക്യൂവിനാണെങ്കിൽ ഒരാൾക്ക് 250 രൂപയാണ് കേട്ടോ ചാർജ് ആക്കുന്നത്. ഞങ്ങൾ ഒരാൾക്ക് 25 രൂപ വരുന്ന ടിക്കറ്റ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നമ്മൾ തന്നെ ഓരോ കിണറിൻ്റെ നമ്പർ നോക്കിയിട്ട് പോകണം. അപ്പോൾ ഇവർ ജസ്റ്റ് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നമ്മുടെ എല്ലാവരും തലയ്ക്കും കൂടി ഇങ്ങനെ ഒഴിച്ച് തരികയാണ് ചെയ്യുക. 250 രൂപ ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ തന്നെ എല്ലാ കിണറും കൊണ്ടുപോയി കാണിച്ച് തരും. അതുപോലെ ഒരു ബക്കറ്റ് ഫുൾ വെള്ളമൊക്കെ നമ്മുടെ മേത്ത് ഇങ്ങനെ ഒഴിച്ച് തരും കേട്ടോ. ഓരോ കിണറിനും ഓരോ പേരുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ കിണറിനും ഓരോ സ്റ്റോറീസ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കിണറിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. 22 കിണറ്റിലെ കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അമ്പലത്തിൽ തൊഴാനായിരുന്നു. ഇവിടെ 1 മണി വരെയാണ് കേട്ടോ തൊഴാനുള്ള ടൈം. 1 മണിക്ക് നട അടയ്ക്കും, പിന്നെ 3 മണിക്കാണ് നട തുറക്കുകയുള്ളൂ. ഇവിടെയും ഓരോ സ്പെഷ്യൽ ക്യൂസ് ഉണ്ട് കേട്ടോ. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വേഗം പോവാം, 50 രൂപ, അങ്ങനെ ഓരോരോ ടിക്കറ്റ് റേറ്റ് ഉണ്ട്. ഞങ്ങൾ ജനറൽ ക്യൂവിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതും അത്യാവശ്യം സ്പീഡിൽ തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഫോൺ അലൗഡ് ആണ്, നമുക്ക് ഫോൺ കൊണ്ടുപോകാം. പക്ഷേ ചില സ്ഥലങ്ങളിലൊന്നും യൂസ് ആക്കാൻ പറ്റില്ല, ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അമ്പലത്തിൻ്റെ അകത്തും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നിറയെ കൊത്തുപണികളും തൂണുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തെത്തിയിട്ടുണ്ട്. ഇത് അമ്പലത്തിൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മുടെ ക്ലോക്ക് റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെരുപ്പൊക്കെ എടുത്തു ഇനി റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ അമ്പലമൊക്കെ നമ്മൾ തൊഴുതൊക്കെ വന്നു, ഇനി റൂമിലോട്ട് പോവാണ്. അപ്പോൾ റൂമിലോട്ട് പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് ധനുഷ്കോടി പോകാമെന്നാണ് കേട്ടോ ഇപ്പോഴത്തെ പ്ലാൻ. മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതേ റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമിൽ ചെന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ധനുഷ്കോടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. രാമേശ്വരം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ധനുഷ്കോടിക്കുള്ള ബസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷേ ബസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ മിസ്സാവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓട്ടോയിൽ പോകാമെന്ന്. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്ക് റേറ്റ് ചോദിച്ചപ്പോൾ 2000 ഒക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഷെയർ ഓട്ടോ കിട്ടി. ഷെയർ ഓട്ടോയ്ക്ക് ഒരാൾക്ക് 150 റേറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല തോന്നി. ഞങ്ങൾ ഷെയർ ഓട്ടോയിലാണ് കേട്ടോ ധനുഷ്കോടിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടിയിൽ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. ഒരു സ്ട്രെയിറ്റ് റോഡാണ്, അതിൻ്റെ ചുറ്റും കടലാണ് കേട്ടോ, 2 സൈഡിലും കടലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ ധനുഷ്കോടിയിൽ പണ്ട് ആൾക്കാരൊക്കെ താമസിച്ചിരുന്ന ഒരു നഗരം തന്നെയായിരുന്നു കേട്ടോ. സ്കൂളും ചർച്ചും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നഗരം തന്നെയായിരുന്നു. 1964 ഉണ്ടായ ഒരു ചുഴലിക്കാറ്റിൽ എല്ലാം നശിച്ചു പോയതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇവിടെ മനുഷ്യവാസ യോഗ്യമല്ലാണ്ടായി. അതുകൊണ്ട് ഇവിടെ ഗോസ്റ്റ് ടൗൺ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ധനുഷ്കോടിയുടെ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും കൂടിയിട്ട് സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ധനുഷ്കോടി എന്ന് പറയണത്. ഇവിടുത്തെ കടലെന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ് അല്ല കേട്ടോ. നല്ല വെയിലാണ്, ഭയങ്കര ചുട്ടുപൊള്ളണ വെയിലാണ് കേട്ടോ അവിടെ ഉള്ളത്. എൻഡ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നും കൂടി ഇവിടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഇന്ത്യയുടെ ഒരു എൻഡാണ്, അതായത് ഇന്ത്യയുടെ റോഡ് ഇവിടെ എൻഡ് ചെയ്യും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ കടലാണ് കേട്ടോ. ഇവിടുന്ന് കടൽ മാർഗം 29 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീലങ്കയാണ്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിൻ്റെ ഒരു പ്രധാന കണ്ണി തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ചെറിയ തുറമുഖം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് മത്സ്യബന്ധന വ്യവസായം അതേപോലെ ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ കച്ചവടത്തിനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിപ്പി, ശംഖ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ പോയി കണ്ടു, കുറച്ച് നേരം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ധനുഷ്കോടിയിലെ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1964 ഇത് വർക്കിംഗ് ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെയും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കുറേ കച്ചവടത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് കണ്ടിട്ട് പിന്നെ അവിടെ നിന്നും തിരിച്ചിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള കടലും സൺസെറ്റും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുറേ പേര് അവിടെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ കളിക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ ട്രെയിൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വിഭീഷണ ടെമ്പിളിലേക്കായിരുന്നു കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് രാവണന്റെ സഹോദരനായിട്ടുള്ള വിഭീഷണരുടെ പട്ടാഭിഷേകം ശ്രീരാമൻ നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഈ അമ്പലത്തിന്റെ ചുറ്റും കടലാണ് കേട്ടോ. 500 മുതൽ 1000 വർഷം വരെയാണ് ഈ അമ്പലത്തിന്റെ പഴക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീരാമസ്വാമിക്കൊപ്പം സീതാദേവിയും ലക്ഷ്മണനും കൂടെ തലപ്പാവ് അണിഞ്ഞ വിഭീഷണ രൂപവുമാണ്. പിന്നെ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കുറേ പേര് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഫ്ലോട്ടിംഗ് സ്റ്റോൺ എന്തുവാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് തിരക്കായിരുന്നു. പകലിൽ നിന്ന് നോക്കിയപ്പോൾ എല്ലാവരും തലയിൽ ആ കല്ല് വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഞങ്ങൾ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ആവാൻ തുടങ്ങി, ട്രെയിൻ മിസ്സാവോ എന്നുള്ളത്. കറക്റ്റ് ടൈമിനുമാണ് കേട്ടോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. 8:14 ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. 8:15 തന്നെ ട്രെയിൻ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മോർണിംഗ് 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി 8:30 നമുക്ക് അടുത്ത ട്രെയിൻ. അപ്പോൾ അത്രയും നേരം നമ്മൾ ഇവിടെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പുറത്ത് പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് ആര്യാസിലോട്ടായിരുന്നു. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ആര്യാസ് ഉള്ളത്. അപ്പോൾ നേരെ ഞങ്ങൾ അവിടെ കയറി. എപ്പോഴത്തെയും പോലെ തന്നെ ഞാനും അച്ഛനും അമ്മയും മസാല ദോശയും ചിക്കു നെയ് റോസ്റ്റ് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടേസ്റ്റ് ഉണ്ടോ അച്ഛാ? ഇത് കണ്ടോ, ആര്യാസ് നോക്കുമ്പോൾ നമ്മൾ നേരെ കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. രണ്ടും ഓപ്പോസിറ്റ് തന്നെ ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേറെ സ്ഥലങ്ങളൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു പഴയ എൻജിൻ കിടക്കുന്നത് കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ അവിടെ പോയി കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. അച്ഛൻ കാര്യമായിട്ട് വിശദീകരിച്ച് എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. A1 നമുക്ക് ഇനി അടുത്ത ട്രെയിൻ വരിക. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ അടുത്തതായി പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ രാമേശ്വരം വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.